ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ഞാനെന്നെ ടിറ്റോ വന്ന് ഹഗ് ചെയ്യുന്നത് വരെയാണ്. എന്നിട്ട് നീ എന്നെ വിട്ട് എവിടേക്കും പോകരുതെന്ന് അവളെടുത്ത് പറയും. ഇവരങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് അവിടെ സൈക്കിളിൽ കൂടെ ഒരാൾ വരിക. ആരാണെന്ന് നോക്കുമ്പോൾ ഇവൾ വർക്ക് ചെയ്യണ ഹോസ്പിറ്റലിലത്തെ ഡോക്ടറായിരിക്കും. ആ ഡോക്ടറെ അടുത്ത് ഇതാണ് ഞാൻ മുന്നേ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ ഡോക്ടറെന്ന് അവൾ പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പോൾ അയാളാണെങ്കിൽ ഇതാണല്ലോ നിൻ്റെ ബോയ് ഫ്രണ്ട്, എന്തായാലും നീ പോയിട്ട് ഇയാളെ നിൻ്റെ ഫാമിലിക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് വായോ എന്ന് പറയും. എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോവും. അപ്പോൾ ഞാനും ഫാമിലിക്കോ ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ എന്ന് ആലോചിക്കും. ഇത് കുറച്ച് ഫാസ്റ്റ് ആയല്ലോ എന്ന് അവൾ വിചാരിക്കും. ഫാമിലിയിൽ പോയി പരിചയപ്പെടുമ്പോൾ അവിടെയുള്ള ആളുകളാണെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങളെങ്ങനെ പരിചയപ്പെട്ട് എത്ര നാളായി ഡേറ്റ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ടിറ്റോയുടെ അടുത്ത് ചോദിക്കുമ്പോഴാണെങ്കിൽ അവനൊന്നും പറയാനുണ്ടാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദർ ഇവനെ കൊണ്ടൊന്നിനും പറ്റില്ല എന്ന് തോന്നുന്നത്, നിനക്ക് ഇവനൊന്നും വേണ്ട, നമുക്ക് വേറെ പയ്യനെ നോക്കാമെന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് ദേഷ്യം വരും. അവൾ എണീറ്റ് നിന്നിട്ട് ഞങ്ങൾ കുറേ നാളായിട്ട് ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ഇയാൾക്ക് വേണ്ടിയിട്ടാണ് നേഴ്സ് വരെ ആയതെന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവരും അന്തം വിട്ടത് കേട്ടിരിക്കും. അവനും അപ്പോൾ അവളുടെ ഇഷ്ടം മനസ്സിലാവും, ഇവൾ എന്നെ എത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടോയെന്നൊക്കെ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുറത്തു നിന്ന് കുറേ ആളുകൾ വരിക. അവരെല്ലാവരും ടിറ്റോനെ കാണാനാണ് വന്നിട്ടുണ്ടാവുക. ഇതാണോ നിങ്ങളുടെ മരുമകൻ എന്ന് ചോദിച്ചിട്ട് അവരെല്ലാവരും ടിറ്റോനെ പരിചയപ്പെടും. എന്നിട്ട് ആരാദ്യം ഇഷ്ടം പറഞ്ഞതെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാനാ പറഞ്ഞ കാര്യം അവൾ ആലോചിക്കും. എന്നിട്ട് അവൾ ടിറ്റോയുടെ കാര്യം ആലോചിക്കും. ടിറ്റോ ഒരിക്കൽ പോലും അവളുടെ അടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. ഇവൻ്റെ അടുത്ത് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ അവളിങ്ങനെ ആലോചിച്ചിട്ട് അവൻ്റെ അടുത്ത് നേരെ ചോദിക്കും, എൻ്റെ അടുത്ത് ഇതുവരെ ഐ ലവ് യു പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ടിറ്റോയും എന്താണെന്ന് ചോദിക്കും. പിന്നീട് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അവിടെ ടിൻറ്റോയും എക്സും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ടിൻറ്റോയുടെ എക്സ് അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, നിനക്ക് മാരേജ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും മാരേജ് ചെയ്താലോ എന്ന്. അപ്പോൾ അവൾ അതിനെക്കുറിച്ച് സംസാരിക്കുക അയാളുടെ അടുത്തേക്ക് വന്നിരിക്കുകയായിരിക്കും. അയാളുടെ അടുത്ത് പറയും, നമ്മൾ രണ്ടുപേരും എന്തായാലും ചേരാനൊന്നും പോകുന്നില്ല, എനിക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്. ആ സമയത്ത് അവിടേക്ക് നിഷി വന്നിട്ടുണ്ടാവും. നിഷിയെ അവൾ എക്സിന് പരിചയപ്പെടുത്തും, ഇതാണ് എൻ്റെ പുതിയ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാളാണെങ്കിൽ ഇതൊരു ചെറുപ്പക്കാരനല്ലേ എന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കും. ടിറ്റോ ആണെങ്കിൽ പിന്നെ നാനയുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നാനയുടെ അച്ഛൻ എൻ്റെ മോള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവൾ വിചാരിച്ച കാര്യം നേടും, അവൾക്ക് എത്ര ബുദ്ധിമുട്ടായാലും അവൾ വിചാരിച്ച കാര്യം നേടുന്നൊക്കെ ടിൻറ്റോയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നാനയും അവളുടെ അമ്മയും കൂടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരും. പിന്നീട് നാനയും ടിറ്റോയും കൂടി സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കാനിറങ്ങും. അവർ രണ്ടുപേരും അപ്പം അങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കും. ഞാനപ്പോൾ വീണ്ടും എൻ്റെ അടുത്ത് ഇതുവരെ ഐ ലവ് യു പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. അവളുടെ കൈ തണുക്കണ കാരണം അവൻ അവളുടെ കൈ എടുത്ത് പോക്കറ്റിലൊക്കെ ഇട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടായിരിക്കും അവർ പോകുന്നുണ്ടാവുക. അങ്ങനെ അവർ പോകുമ്പോൾ അവളുടെ അടുത്ത് തിരിച്ച് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ പറയും. അപ്പോൾ അവൾ ഇനി വന്നാൽ ശരിയാവും ചോദിക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും നിന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇരിക്കണമെന്ന് പറയും. അങ്ങനെ അവർ നടന്നു പോകായിരിക്കും. അപ്പോഴാണ് അവൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ലേറ്റ് കാണുക. എല്ലാവരും പോയിട്ടുണ്ടാവില്ല, ഇപ്പം എന്താ ഹോസ്പിറ്റലിൽ ലേറ്റ് എന്ന് വിചാരിച്ച് പോയി നോക്കുമ്പോൾ ഡോക്ടർ അവിടെ വീണ് കിടക്കണമെന്ന് കാണുക. അപ്പോൾ അവർ ഡോക്ടറെ അടുത്ത് നിന്ന് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ അവിടെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് വേഗം എനിക്ക് താന്ന് പറയും. അങ്ങനെ ആ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഡോക്ടർക്ക് ബോധമൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഡോക്ടർ പറയും ഇവരുടെ അടുത്ത് എനിക്ക് ക്യാൻസറാണെന്ന്. ഇത് ആളുകളെ രക്ഷിക്കണ ഹോസ്പിറ്റലല്ല, ഇത് വയസ്സായവരെ ആരും നോക്കാനില്ലാത്തവരനൊക്കെ നേരെ നോക്കിയിട്ട് സന്തോഷമായിട്ട് മരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നീ പോയി നിൻ്റെ പഴയ ഹോസ്പിറ്റലിൽ തന്നെ ജോയിൻ ചെയ്യാൻ ഞാനെടുത്ത് ആ ഡോക്ടർ പറയും. ഇവിടെ എല്ലാം നീ ചെയ്യേണ്ടത്, നീ ഇനി പുതിയതായിട്ടുള്ള ആളുകളെയാണ് ചികിത്സിക്കേണ്ടതെന്നൊക്കെ പറയും. അപ്പോൾ ഞാനും ഓക്കെ പറയും. അങ്ങനെ എല്ലാം ശരിയായിട്ട് നാനയും ടിറ്റോയും കൂടി നേരെ വീട്ടിലേക്ക് പോവും. അവരങ്ങനെ വീട്ടിൽ പോയ ശേഷം നോക്കുമ്പോൾ അവരുടെ അമ്മ ഒരു ബെഡാണ് രണ്ടുപേർക്കും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മ അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ഡേറ്റ് ചെയ്യണവരല്ലേ, ഞങ്ങളൊന്നും തെറ്റിദ്ധരിക്കില്ല, ഇവിടെ കിടന്നോന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. പിന്നീട് ടിറ്റോയും നാനയും കൂടി റൂമിലിരിക്കുകയായിരിക്കും. അപ്പോൾ അവൾ അവൻ്റെ അടുത്ത് പറയാതെ വന്നതിനൊക്കെ സോറി എന്നൊക്കെ പറയും. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കും. ഇനിയൊരു പ്രോബ്ലം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടേക്ക് വന്നതെന്നൊക്കെ നാന ടിറ്റോയുടെ അടുത്ത് അങ്ങനെ പറയും. അപ്പോൾ ടിറ്റോ വേഗം നാനയെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവും. അവൾ പറഞ്ഞത് നല്ല ഫീലായിട്ടുണ്ടാവും. എന്നിട്ടാണ് അവനെ കിസ് ചെയ്യാൻ പോവുക. അങ്ങനെ കിസ് ചെയ്യാൻ തുടങ്ങുന്നതും അവൻ പറയും എനിക്ക് ആരൊക്കെ നമ്മളെ വാച്ച് ചെയ്യണ പോലെ തോന്നുന്നുണ്ടെന്ന്. എന്നിട്ട് അവൻ തിരിഞ്ഞ് നോക്കുമ്പോൾ നാനയും ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറയും. എന്നിട്ട് നോക്കുമ്പോഴാണ് ആ വാതിലിൽ മുഴുവൻ കണ്ണുകളായിരിക്കും. അവൾ വേഗം ഡോർ തുറന്ന് നിങ്ങളൊക്കെ എന്താ ഇവിടെ, നമ്മുടെ ഫാമിലീനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പോയിക്കാന്ന് പറയുമ്പോൾ എല്ലാവരും എന്നിട്ട് അവിടെ നിന്ന് പോവും. എന്നിട്ട് അവൾ ഡോറൊക്കെ ക്ലോസ് ചെയ്യും. അപ്പോൾ ടിറ്റോ പറയും ഞാൻ ഇന്ന് ഇവിടെ കിടന്നുകൊണ്ട് നീ ബെഡിൽ കിടന്നോന്ന്. എന്നിട്ട് അവൻ താഴെയും നാന ബെഡിലും കിടക്കും.
അവൻ എന്നിട്ട് താഴെ പുതച്ച് കിടക്കായിരിക്കും. അപ്പോൾ നാനയ്ക്ക് വിഷമായിട്ട് അവൾ വേഗം അവളുടെ പുതപ്പെടുത്ത് അവൻ്റെ അടുത്തേക്ക് പോവും. എന്നിട്ട് അവനെ പുതപ്പിച്ചിട്ട് അവൻ്റെ അടുത്ത് തന്നെ കിടക്കും. അവളെന്നിട്ട് അവനെ ഹഗ് ചെയ്തിട്ട് എനിക്കിവിടെ തന്നെ കിടക്കണം പറയും. അപ്പോൾ അവൻ അവളുടെ അടുത്ത് ഇടിയേറ്റെന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസമായി ഉണ്ടാവും. നാന ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അവളെല്ലാ നഴ്സുമാരുടെ അടുത്തും സോറി പറയും. പക്ഷെ അവരൊന്നും അവളെ മൈൻഡ് ചെയ്യില്ല. അവൾ വീണ്ടും സോറി പറയുമ്പോൾ എല്ലാവരും ഞങ്ങൾ നിന്നെ പറ്റിച്ചതാണെന്ന് പറയും. അങ്ങനെ എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നീട് കാണിക്കുന്നത് കസുഗിനെയും ടിറ്റോനെയാണ്. കസുഗി അപ്പോൾ ടിറ്റോയുടെ അടുത്ത് മുന്നേ നാനേനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യമൊക്കെ തുറന്നു പറയും. പക്ഷെ അവൾ അപ്പോൾ തന്നെ എന്നെ റിജക്റ്റ് ചെയ്തു. അവൾക്ക് നിന്നെ മാത്രമാണ് ഇഷ്ടം എന്നൊക്കെ ടിറ്റോയുടെ അടുത്ത് കസുഗി പറയണ്ടാവും. അപ്പോൾ ടിറ്റോ ആണെങ്കിൽ ഇതൊന്നും നീ എൻ്റെ അടുത്ത് ഇങ്ങനെ തുറന്നു പറയാൻ പാടില്ല, നീ ഇത്രയ്ക്ക് എല്ലാവരുടെ അടുത്തും എല്ലാ കാര്യം പറയണ ആളാവാൻ പാടില്ല എന്നൊക്കെ പറയും. നിഷിയാണെങ്കിൽ വീണ്ടും ടിൻറ്റോനെ കാണാൻ വേണ്ടി പോയിണ്ടാവും. അവളാണെങ്കിൽ പക്ഷെ അവൻ്റെ അടുത്ത് നമുക്ക് ഇപ്പം എന്തായാലും ഒന്നിച്ചിരിക്കാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ നോക്കണം, കുറേ കാലം കഴിഞ്ഞ് നീയും ഞാനും കൂടി കണ്ടുമുട്ടാന്നൊക്കെ പറയും. അവനപ്പോൾ അതൊക്കെ നോക്കണോ, എന്തായാലും ഞാൻ കുറച്ചും കൂടി ആയി, എനിക്ക് പൈസയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുമിക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൾ നമുക്ക് പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. ഹോസ്പിറ്റലാണെങ്കിൽ ഒരു വയസ്സായ ആൾ വന്നിട്ടുണ്ടാവും. ടിറ്റോയുടെ അടുത്തും ഞാനടുത്തും അടുത്ത് അയാൾ സംസാരിക്കും. അയാൾക്ക് വേൾഡ് മൊത്തം ടൂറിന് പോകണമെന്നാണ് ആഗ്രഹം, അയാളുടെ ഭാര്യയും കൂട്ടിയിട്ട്. പക്ഷേ അയാൾക്ക് ഇപ്പോൾ ഒരു വലിയ ഓപ്പറേഷൻ്റെ ആവശ്യമുണ്ട്, അത് ഒന്ന് ചെറുതായിട്ട് ചെയ്തു തരുമെന്നാണ് അയാൾ ചോദിക്കുന്നത്. ആ വലിയ ഓപ്പറേഷൻ ടൂർ കഴിഞ്ഞ് വന്നതിന് ശേഷം ചെയ്താൽ മതി, ഇപ്പം അതിൻ്റെ ചെറിയ വല്ല സ്റ്റെപ്പും ചെയ്തിട്ട് എനിക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അയാളുടെ വിഷമം കാണുമ്പോൾ ടിറ്റോ അതിന് സമ്മതിക്കും. പിന്നീട് മയോണി വന്നിട്ട് ടിറ്റോയുടെ അടുത്ത് സംസാരിക്കും. നാന തിരിച്ചു വന്നില്ല, എന്നെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക പോലും ചെയ്യാറില്ലേ എന്നൊക്കെ അവൾ അങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ നിൻ്റെ ചേച്ചിയുടെ ഒരു നിഴലായിട്ട് മാത്രമാണ് കാണുന്നത്, അല്ലാതെ നിൻ്റെ അടുത്ത് എനിക്കൊരു ഫീലിങ്സും ഇല്ല, എനിക്ക് നാനയാണ് ഇഷ്ടം എന്നൊക്കെ. അപ്പോൾ അവളും അത് മനസ്സിലാക്കും. ടിറ്റോ അതും പറഞ്ഞ് അവിടെ നിന്ന് പോവും. നാന പിന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവിടുത്തെ മെയിൽ സ്റ്റാഫ് അവളുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അവളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. അവൻ്റെ ഗേൾ ഫ്രണ്ട് ഇപ്പോൾ 3 ദിവസമായിട്ട് അവൻ്റെ അടുത്തില്ല, അത് കാരണം കൊണ്ട് ഒരു ഐ ലവ് യു പോലും പറയാൻ പറ്റാതെ അവൻ വിഷമിക്കുകയാണെന്നൊക്കെ പറയും. അതൊക്കെ നാനടുത്ത് അങ്ങനെ പറയുമ്പോൾ നാന അവളടുത്ത് ടിറ്റോ ഐ ലവ് യു പറയാറേ ഇല്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ ആലോചിക്കും. അത് ആ നേഴ്സിൻ്റെ അടുത്തും പറയും. എന്നിട്ട് ആ നേഴ്സ് പറഞ്ഞ പോലെ ടിറ്റോയുടെ അടുത്ത് ചെന്നിട്ട് ക്യൂട്ടായിട്ടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കും. നമുക്കിന്ന് വൈകുന്നേരം ഒരു ഡിന്നറിന് പോയാലോ, എൻ്റെ വീട്ടിൽ തന്നെ വെച്ച് നടത്താമെന്നൊക്കെ അവളങ്ങനെ പറയും. അപ്പോൾ അവന് അതിന് ഓക്കെ പറയും. അവൾ ക്യൂട്ടായിട്ട് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. പിന്നീട് ടിറ്റോ ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെ നഴ്സുമാരെല്ലാവരും കൂടി പറയുന്നത് അവൻ കേൾക്കും. ടിറ്റോയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഇല്ലാത്ത ഒരാളാണത്ര, ഇതുവരെ ഐ ലവ് യു പറഞ്ഞിട്ട് ക്ലോസ് ആയിട്ട് ഒന്നും ഇല്ല അത്രയെന്നൊക്കെ. പിന്നീട് ടിറ്റോ രാത്രി നാനയുടെ വീട്ടിൽ പോകുമ്പോൾ അവൾ കുറച്ച് അടിപൊളിയായിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് അവൻ ഇവൾക്ക് ഇതെന്താ പറ്റിയെന്ന് വിചാരിക്കും. അങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ മൊത്തം ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അവർ രണ്ടുപേരും ഫുഡ് കഴിക്കാമെന്ന് പറയും. ടിറ്റോ ആണെങ്കിൽ വേഗം ഫുഡ് കാണുമ്പോൾ അവൻ്റെ കോട്ടൊക്കെ ഊരി വെച്ച് വേഗം പോയി ഫുഡ് കഴിക്കാനിരിക്കും. ഞാനപ്പോൾ അവിടെ ഇരുന്നിട്ട് എനിക്ക് നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ട്, ബ്ലാക്ക് ഡ്രസ്സ് അല്ലേ ഇട്ടിരിക്കുന്നത്, അത് കാരണം കൊണ്ട് ഞാനൊന്ന് കുളിച്ചിട്ട് വരാമെന്നൊക്കെ പറയും. അങ്ങനെ അവൾ കുളിക്കാൻ പോകുമ്പോൾ ടിറ്റോ അവളെ നോക്കുന്നുണ്ടാവും. പക്ഷേ അതിനൊന്നും റിപ്ലൈ കൊടുക്കണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവൾക്ക് നല്ല വിഷമാവും. ഇവന് ശരിക്കും എൻ്റെ അടുത്ത് ഒരു ഫീലിങ്സും ഇല്ലേ, ഡേറ്റ് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കണമെന്നൊക്കെ അവൾ ആലോചിക്കും. എന്നിട്ട് അവൾ ടിറ്റോയുടെ അടുത്ത് ചോദിക്കും, ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടും ഒട്ടും വൃത്തിയില്ലേ, എന്നെ ക്യൂട്ടായിട്ടൊന്നും തോന്നില്ലേ എന്നൊക്കെ അവൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കും. അപ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് അവളുടെ അടുത്ത് പറയും നിന്നെ ബ്ലാക്ക് ഡ്രസ്സിൽ നല്ല ഭംഗിയുണ്ടെന്ന്. അങ്ങനെ അവളെ പിടിച്ച് ബെഡിലേക്ക് കിടത്തും. എന്നിട്ട് അവളെ അവിടെ വെച്ച് കിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ കിസ് ചെയ്തിട്ട് അവൻ റൊമാൻറ്റിക്കായിട്ട് അവളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും. പെട്ടെന്നാണ് അവിടേക്ക് ടിൻറ്റോയും അവളുടെ ഫ്രണ്ട് പീഡിയാട്രീഷ്യൻ ഡോക്ടറും കൂടി കടന്നു വരിക. എന്നിട്ട് പാർട്ടി എന്ന് പറയും. ടിറ്റോ ആണെങ്കിൽ ഞാനേ തട്ടി മാറ്റിയിട്ട് ബെഡിൽ പെട്ടെന്ന് കിടക്കണ പോലെ കാണിക്കുന്നുണ്ടാവും. ടിൻറ്റോയും അവളുടെ ഫ്രണ്ടും കുറച്ച് നാൾ തല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അവരൊന്നായിട്ടുണ്ട്. ഞാനാണെങ്കിൽ അടുത്ത ദിവസം നല്ല ഹാപ്പി ആയിരിക്കും. അവളങ്ങനെ പ്രാർത്ഥിച്ച് ടിറ്റോയുടെ കൂടെ സ്ട്രീറ്റിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും ഹോസ്പിറ്റലിലേക്ക് പോകണ്ടാവുക. അപ്പോഴാണ് ഒരു കാറ് പെട്ടെന്ന് നിയന്ത്രണം വിട്ട് അവിടെയുള്ള കുട്ടികളൊക്കെ ഇടിക്കാൻ വേണ്ടി പോവുക. അവർ കുറച്ച് കുട്ടികളെ രക്ഷിക്കെങ്കിലും നാനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടാവും, കുറച്ച് കുട്ടികൾക്കും പരിക്കേറ്റിട്ടുണ്ടാവും. അവരെല്ലാവരും കൂടിയിട്ട് എന്നിട്ട് ആ കുട്ടികളെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കും. അങ്ങനെ ആംബുലൻസൊക്കെ വരും.
എല്ലാവരും കൂടിയിട്ട് ആ കുട്ടികളെ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കും. ടിറ്റോക്ക് ആണെങ്കിൽ അവൻ്റെ ഗേൾ ഫ്രണ്ട് മരിച്ച കാരണം കൊണ്ട് എല്ലാവരും മരിക്കും എന്നുള്ളൊരു പേടിയുണ്ടാവും. പക്ഷേ അതിന്നൊക്കെ അവനെ ശരിയാക്കും. അങ്ങനെ എല്ലാവരും ആംബുലൻസ് കയറ്റിയിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. പെട്ടെന്ന് അവൾ താഴെ വീഴും. അത് ടിറ്റോ തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ കാണും ചെയ്യും. അവൻ വേഗം അവളെ പിടിക്കും. എന്നിട്ട് അവളെ വേഗം ഉണർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷേ അവൾ ഉണരണേ ഉണ്ടാവില്ല. അപ്പോൾ ഇനി എന്താണെന്ന് വിചാരിച്ചാൽ അവൻ നന്നായി പേടിച്ച് വേഗം ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് അവിടുത്തെ ഡോക്ടറെ അടുത്ത് ടിറ്റോ സംസാരിക്കുമ്പോൾ ടിറ്റോയുടെ അടുത്ത് ആ ഡോക്ടർ പറയും, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ കോമയിലാണ്, ഇനി എന്നാ ബോധം വരിക എന്ന് പറയാൻ പറ്റില്ല, ബോധം വന്നാലും ഓർമ്മ ഉണ്ടാവുമെന്ന് പറയാനും പറ്റില്ല എന്ന് പറയും. ഹോസ്പിറ്റലാണെങ്കിൽ നഴ്സുമാരെല്ലാവരും നമുക്ക് നാനയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യം ചെയ്തു കൊടുക്കണം, നമുക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും. യാക്കിയാണെങ്കിൽ പിന്നീട് നാനയെ നോക്കാൻ പോകുമ്പോൾ അവിടെ ടിറ്റോ ഇരിക്കുന്നുണ്ടാവും. അവൻ അവളുടെ കൈ പിടിച്ചിരുന്ന് വിഷമിക്കുന്ന കാണുമ്പോൾ യാക്കിക്കും നല്ല വിഷമം വരും. യാക്കി അങ്ങനെ നേരെ അവരുടെ ഓഫീസിൽ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവിടേക്ക് കസൂഗി വരും. എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഞാനേ നല്ല മിസ് ചെയ്യുന്നുണ്ട്, അവൾ എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു എന്നൊക്കെ പറയണം. അങ്ങോട്ട് കരയാൻ തുടങ്ങും. അപ്പോൾ കസൂഗി അവളെ സമാധാനിപ്പിക്കും. ടിറ്റോ ആണെങ്കിൽ ഈ സമയത്തും ഞാനടുത്ത് തന്നെ ഇരിക്കായിരിക്കും. അങ്ങനെ പുതുതായിട്ട് വന്ന ആ വയസ്സായ ആളുടെ ഓപ്പറേഷനും കഴിഞ്ഞിട്ടുണ്ടാവും. അയാളെ വെക്കേഷന് വേണ്ടിയിട്ട് ഭാര്യയുടെ ഒപ്പം ടിറ്റോ പറഞ്ഞയക്കും. പക്ഷേ ടിറ്റോയുടെ കൂടെ ഞാൻ മാത്രമല്ല, അവരെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് അവളിപ്പോഴും കോമയിൽ തന്നെ ആയിരിക്കും. ടിറ്റോ ആണെങ്കിൽ അവൻ്റെ ജോലി ചെയ്യും. എന്നിട്ട് നേരെ ഞാനയുടെ അടുത്ത് തന്നെ പോയിരിക്കും. അല്ലാതെ വേറെ എവിടേക്കും പോവില്ല, വീട്ടിലേക്ക് പോലും പോവാറില്ലായിരുന്നു. അങ്ങനെ അവളുടെ അടുത്ത് തന്നെ മുഴുവൻ സമയം അവൻ ചെലവഴിക്കുന്നുണ്ടാവും. ഇതൊക്കെ കാണുമ്പോൾ ചുറ്റുമുള്ളവർക്കൊക്കെ നല്ല വിഷമാവുണ്ടാവും. മയോണി അത് കാണുണ്ടാവും. അപ്പോൾ അവൾക്ക് മനസ്സിലാവും ഇവർ രണ്ടുപേരും റിയലായിട്ട് ലവ് ചെയ്യുന്നതാണ്, എനിക്ക് ഇനി ഇതിൽ സ്പേസ് ഇല്ല എന്നൊക്കെയുള്ള കാര്യം. അങ്ങനെ 2 ദിവസം കടന്നു പോയിട്ടുണ്ടാവും. ഒരു ദിവസം രാവിലെ ടിറ്റോ നാനയുടെ കൈയും പിടിച്ച് അങ്ങനെ ഇരിക്കായിരിക്കും. അങ്ങനെ കൈ പിടിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു വിരലനങ്ങണത് അവൻ കാണുക. അവനങ്ങനെ പെട്ടെന്ന് നാനയെടുത്ത് സംസാരിക്കാൻ ശ്രമിക്കും. നീ എഴുന്നേറ്റോന്ന് അവളടുത്ത് ചോദിക്കും. അപ്പോൾ അവൾ മെല്ലെ കണ്ണ് തുറക്കും. എന്നിട്ട് അവൾ കണ്ണ് തുറന്നിട്ട് എനിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ അവൻ ഒന്നും പറ്റിയില്ല, ആക്സിഡൻറ്റിന് ശേഷം നിനക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, കോമയിലേക്ക് പോയി 2 ദിവസമായി എന്നൊക്കെ പറയുമ്പോൾ അവൾ വേഗം ഈ 2 ദിവസം ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു, കുറേ കാലങ്ങൾ കടന്നു പോയ പോലെയാണ് എനിക്ക് തോന്നണമെന്നൊക്കെ പറയും. അപ്പോൾ പെട്ടെന്ന് ടിറ്റോയ്ക്ക് അത് ഫീലാവും. ടിറ്റോ അപ്പോൾ വേഗം തിരിഞ്ഞു നിന്നിട്ട് അവളടുത്ത് പറയും, നിന്നെ ഞാനും മിസ് ചെയ്തു, നീ ഭക്ഷണം കഴിക്കുന്ന രീതിയും പിന്നെ നിൻ്റെ ആ പൊട്ടപ്പാട്ടും എല്ലാം ഞാൻ നിന്നെ മിസ് ചെയ്യാൻ കാരണമാണെന്നൊക്കെ അവളുടെ അടുത്ത് പറയും. പിന്നെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നും പറയും. അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് നിനക്ക് ഇത് എപ്പോൾ കേൾക്കണം എന്ന് ആഗ്രഹമുണ്ടോ, അപ്പോഴൊക്കെ ഞാൻ ഇത് നിൻ്റെ അടുത്ത് പറയുന്നു പറഞ്ഞാൽ വേഗം അവളുടെ കൈ പോയി പിടിക്കും. അവൾ നല്ല ഹാപ്പി ആവുകയും ചെയ്യും. പക്ഷേ അവൾ ഇപ്പോൾ കോമയിൽ നിന്ന് ഉണർന്നതാണെങ്കിൽ അവളുടെ പൊട്ടത്തരൊന്നും മാറിയിട്ടുണ്ടാവില്ല. അവൾ വേഗം അവൻ്റെ അടുത്ത് പറയും, എന്നാൽ ഇപ്പോൾ ഒന്ന് പറയുന്നു. അപ്പോൾ ഞാനത് എൻ്റെ അപ്പോഴത്തെ ആവശ്യത്തിൽ പറഞ്ഞതാണ്, അല്ലാതെ ഇനിയൊന്നും പറയാൻ പറ്റില്ല, എല്ലാം ഒരു വട്ടം പറയാൻ പറ്റുള്ളൂ എന്നും പറയും. അപ്പോൾ അവൾ അവിടെ കിടന്ന് ചിരിക്കും. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാൻ. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.